മോർണിംഗ് വാവേ. വാവ കോപ്പ് നിർത്തിക്കല്ല. ഈ റിലേഷൻഷിപ്പ് തുടരാൻ എനിക്ക് ഒരു താല്പര്യമില്ല, മടുത്ത്. എടി എന്താ കാര്യം? എന്താ നീ എന്താ രാവിലെ നടന്ന റേസ് ആണത്? ഞാൻ എല്ലാം അറിഞ്ഞു. ദൈവം എന്റെ കൂടെയാടാ, അല്ലെങ്കിൽ എന്റെ ജീവിതം കട്ടപ്പുകയാണ്. എടി ഒറ്റ മിനിറ്റ്, അങ്ങളുടെ കോളോനുണ്ട്. ഹലോ ഹലോ. എടാ നിഖിലേ, ആംഗ്ലേ പറഞ്ഞോ. എങ്ങോട്ടാ നിന്റെ ഈ പോക്ക്? എന്താ ആംഗ്ലേ, എനിക്ക് മനസ്സിലായില്ല. എടാ നീ ഇന്നലെ രാത്രി കുടിച്ചു മത്തുകെട്ടാണോ വീട്ടിൽ ചെന്നത്? എടാ 27 വയസ്സ് നിനക്കുള്ളൂ. നീ ഇങ്ങനെ കുടിച്ചു നടക്കാനായിട്ട് നിനക്ക് എന്താ ഇത്ര മനോവിഷമം? അതങ്ങള് ഇന്നലെ എന്റെ കൂട്ടുകാരൻ ശരത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിന്റെ ആ പാർട്ടി കാര്യങ്ങളിൽ കുറച്ച് ഓവറായി പോയതാണ്. അത് പപ്പ പറഞ്ഞോട്. ശരത്ത് എന്ന് പറഞ്ഞവനില്ലേ, അവൻ ലോക ഫ്രോഡ്. ഇല്ലെങ്കിലേ അവനൊരു പാവണ്. അവൻ അനാഥനായ ഒരു പയ്യനാണ്. അവന് വേറെ ആരും ഇല്ല. എന്റെ ഒരു കമ്പനി മാത്രമേ ഉള്ളവൻ. എടാ പാവപ്പെട്ടവൻ ഫ്രോഡായി കൂടുന്നില്ലല്ലോ. അങ്ങളെ എനിക്കൊരാപത്തുണ്ടാകുമ്പോൾ ഓടി വരാനായിട്ട് എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കള്ളുകൂടി, അതൊക്കെ ഈ പ്രായത്തിലല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അറിയാത്ത പിള്ളേ ചൊറിയും പറയും. പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് ഒരു കാര്യമില്ല. അതെ, എനിക്കിത്തിരി പണിയുണ്ട്. തുറക്ക്. ഹോ, എന്തൊരു ചൂട്! ഇതെന്താണ്, മരുഭൂമിയാ? എടാ ജിജോങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടില് പപ്പ ആകെ കലിപ്പിലാണ്. എന്താണ് കാര്യം? ഒന്നുമില്ല, നമ്മുടെ ഈ കള്ളോട് തന്നെ കാര്യം. അതല്ലേ നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞത്. നമുക്ക് നിർത്തിട്ടേ ട്രൈ ചെയ്യാം. അതാവുമ്പോ മണവില്ല, നല്ല മൂടായിരിക്കും. ഒന്ന് പോടാ ഭ്രാന്ത. അതൊക്കെ അടിച്ചു തലച്ചോറിലെ കോശങ്ങൾ വരെ അടിച്ചു പോകും. പിന്നെ ചെവിയിൽ ചെമ്പരത്തിപ്പ് വെച്ച് വല്ല മെന്റലായിട്ട് അടക്കേണ്ടി വരും. എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. നീ ഇപ്പൊ ഏതെങ്കിലും ഒരു പച്ചപ്പോ ഹരിതാപമുള്ള സ്ഥലത്തേക്ക് വണ്ടി വിട്. നമുക്ക് ഉള്ളും തണുപ്പിക്കാം. എനിക്കാണെങ്കിൽ നല്ല ഹാങ് ഓവറുണ്ട്. സെയിം പിച്ച്. Brave till I drop, fire stardom, we won't stop. Brave till I drop, fire stardom, we won't stop. Brave till I drop, fire stardom, we won't stop. Brave till I drop, fire stardom, we won't stop. എന്ത് ചെയ്യും മക്കളെ? ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കള്ളു കുടിക്കരുത്. സ്ത്രീകളും കുട്ടികളും കടന്നു പോകുന്ന സ്ഥലമല്ലേ. താൻ തന്നെ പാട് നോക്കി പോടോ. സ്ത്രീകളും കുട്ടികളും എന്താ ഞങ്ങള് കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് വല്ല ലോഡ്ജിലും റൂം എടുത്തിന് അടിച്ചൂടെ? ഇത് പൊതുവഴിയല്ലേ? അല്ലെങ്കിൽ എത്ര ബാറുണ്ട് ഇവിടെ? താൻ എന്റെ വായിരിക്കണേക്കണ ഈ പൊക്കോട്ടാ. വെറുതെ മനുഷ്യ വിലക്കെടുത്താനായിട്ട് വന്നോളും കൂടും. നിനക്ക് എന്തിന്റെ ഭ്രാന്താണ്? ഒരു പ്രായമുള്ള ആളല്ലേ, വെറുതെ മനുഷ്യര് പ്രാക്ക് മേടിച്ചു വെക്കാനായിട്ട്. പിന്നെ അയാളുടെ പ്രാക്ക് എനിക്ക് പുല്ലാണ്. ആ ദേ കോൾ വരുന്നുണ്ടല്ലോ. അടുത്ത തലവേദന. ആ പറഞ്ഞോടി. നിഖില്, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഇന്നത്തോടുകൂടി ഇതെല്ലാം അവസാനിപ്പിക്കണം. നീ തന്ന ഗിഫ്റ്റ് എല്ലാം നിന്നെ തിരികെ ഏൽപ്പിക്കണം. യാത്ര പറയണം. ഇനി നമ്മൾ തമ്മിൽ ഒരു കണക്ഷനും ഉണ്ടാവാൻ പാടില്ല. എടി നീ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താണ്? ആ സാറേ. ചേട്ടാ എവിടെയാണോ മാര്? ഇതവിടെയാണ് സാറേ, ഇതവിടെ. ഒന്ന് വെച്ചിട്ട് പോടി അവിടെ നിന്ന്. നീ ഒഴിഞ്ഞു പോണോന്ന് എനിക്ക് നല്ലത്. കുറച്ച് മനസ്സമാധാനം കിട്ടുമല്ലോ. മനസ്സമാധാനം ഞങ്ങൾ വന്നാ മതിയാ. ഇങ്ങോട്ട് ഇറങ്ങണ മോനെ. പോലീസാടാ, ഇറങ്ങടാ. കൈയെടുക്കടാ, കൈയെടുക്കടാ. DCP മാത്യു സാറിന്റെ മോനാണിത്, നിഖിൽ മാത്യു. നിന്റെയൊക്കെ തൊപ്പിയുണ്ടല്ലോ, തലയടക്കം തെറിപ്പിക്കും നാറുകളെ. എന്താടോ സാറേ, ഞാനൊരു പയ്യന്റെ ഫോട്ടോ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. DCP മാത്യു സാറിന്റെ മോനാന്ന് പറയുന്നത്. ഒന്ന് കൺഫേം ചെയ്യോ സാറേ? എന്താണോ പ്രശ്നം? അത് സാറേ, രണ്ടുപേര് പൊതുസ്ഥലത്ത് നിന്ന് മദ്യപിക്കുന്നത് നാട്ടുകാരൻ പരാതി പറഞ്ഞിട്ടുണ്ടാവുന്നു. ഞാനും ജാവേദ് സാറിനെ കസ്റ്റഡി എടുക്കാൻ വേണ്ടി വന്നതാ. ആ പയ്യൻ പറഞ്ഞത് DCP സാറിന്റെ മോനാന്നാ. ഞാൻ നോക്കട്ടെ കേട്ടാ. ഓക്കെ സാറേ.
മോൻ തന്നെയാണല്ലോ. ഹലോ, ഓ ഫോർവേഡ് ആയിട്ടുണ്ട്. ഹലോ, താങ്കളൊരു കാര്യം ചെയ്യ. എടോ, ഞാനിന്ന് ലീവാണ്. താങ്കളൊരു കാര്യം ചെയ്യാം, എറണാകുളത്ത് ശ്രീധരൻ സാറില്ലേ, ആ PCB ശ്രീധരൻ സാറിന്റെ അടുത്ത് കൊടുക്ക്. പുള്ളിക്കാ ചാർജ് കേട്ടോ. ഓക്കെ ഓക്കെ, ശരി. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എന്താടോ ഫോട്ടോ അയച്ചത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല സാറേ. ഞാനിപ്പോ റോട്ടിലൂടെ അങ്ങോട്ട് പയ്യനെ അവിടെ നിക്കണ കണ്ടപ്പോ അത് സാറിന്റെ മോനാണോ എന്ന് കൺഫേം ആക്കാൻ വേണ്ടി വെറുതെ ഒന്ന് അഴിച്ചെന്നുള്ളൂ. ഒരു പ്രശ്നമില്ല. അതിന് താൻ എന്റെ മോനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അത് മറ്റേ ഏത് മറ്റേത്? ആ ആ എങ്കി പിന്നെ എന്തിനാടോ താൻ എനിക്ക് ഫോട്ടോ അയച്ചത്? അല്ല സാറേ, അത് ഞാൻ അവിടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. ആ അത് സാറേ, ഞാൻ ഈ വഴിയിൽ വെച്ച് പയ്യനെയൊക്കെ കണ്ടപ്പോ ഒന്ന് ഫോട്ടോ എടുത്ത് സാറിനൊന്ന് അയച്ചെന്നുള്ളൂ. എന്നിട്ട് ഇത് ഫോർവേഡ് മെസ്സേജ് ആണല്ലോ. അല്ല സാറേ, അത് എന്റെ ഫോൺ മറ്റേ ഫോൺ ക്യാമറ കംപ്ലൈന്റ് ആണല്ലോ. അപ്പൊ ഞാൻ ഈ ഫോണിൽ നിന്ന് എടുത്തിട്ട് ആ ഫോണിലേക്ക് ഇട്ടിട്ട് അതീത് സാറിന് അങ്ങോട്ട് അയച്ചെന്നുള്ളൂ. നിങ്ങളീ കിടന്ന് ഉരുണ്ട് കളിക്കാതെ കാര്യം പറയണം മിസ്റ്റർ. അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? സാറ് ഒരു പ്രശ്നമില്ല സാറേ, ഒരു പ്രശ്നമില്ല. ഞാനിവിടെ നല്ല തിരക്കില് ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോ പയ്യനെ കണ്ടപ്പോ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് അയച്ചെന്നുള്ളൂ. സാറേ, ഞാൻ ഇത്തിരി തിരക്കിലാണ് സാർ. ഞാൻ വിളിക്കാം, സാറ് വിളിക്കാം. ഓ ഓക്കെ ഓക്കെ. എന്റെ പൊന്നേ. ആ പറയൂ സാറേ. എടോ, ആ കുരിപ്പ് ചെറുക്കൻ നമ്മുടെ മാത്യു സാറിന്റെ മോൻ തന്നെയാണ്. നിങ്ങൊരു പണി, അതെങ്ങാണെങ്കിലും പോട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് പോര്. വെറുതെ പ്രശ്നമാക്കണ്ട, ഇങ്ങോട്ട് പോരിട്ടാ. ഓക്കെ സാറേ, ഞങ്ങൾ ഇപ്പൊ തന്നെ തിരിച്ചു വരാം. എടി, ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞത്? നീ പറ, അതുപോലെ ഞാൻ ചെയ്യാം. നീ വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ ആദ്യം കണ്ടുകൂട്ടിയ ബീച്ചിൽ ഞാനിപ്പോ ഉണ്ട്. ഇവിടെ വെച്ച് തന്നെ നമുക്ക് എല്ലാം അവസാനിപ്പിച്ച് കൈകൊടുത്ത് പിരിയാം. സാറേ, അവരെ അറസ്റ്റ് ചെയ്തില്ലേ? 50C ആക്ട് പ്രകാരം പൊതുസ്ഥലത്തുള്ള മദ്യപാനം കുറ്റകരമല്ലേ? ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം. അവന്മാരെന്തായാലും നമ്മൾ കസ്റ്റഡിയിൽ എടുത്തില്ല. പിന്നല്ല, ചേട്ടനോട് കാര്യം ചെയ്യ്. ചേട്ടൻ പൊക്കോ 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 പൊക്കോ. എടി മേബിളെ, നീ അവിടെ തന്നെ നിൽക്കി. ഞാൻ അങ്ങോട്ട് വരാം, നേരിട്ട് കണ്ട് സംസാരിക്കാം. ആ ശരി. എടാ സ്ഥലത്തെ വാട, വന്ന് വണ്ടി കയറാ. നിക്കണോള് വണ്ടി സൈഡാക്ക്. ഇവിടെ ഒതുക്കിയാ മതി. എന്തിനാണെന്ന് അങ്ങോട്ട് പോയാ പോരെ? നീ പോകണ്ട, ഞാൻ ഡീൽ ചെയ്ത് തരാം. നീ പോയ ഉറപ്പായിട്ടും അവൾ ഉറക്കണ്ട. ഇത് ഞാൻ സോൾവ് ചെയ്യടാ. അത് കൊള്ളാട്ടാ, നല്ല ഐഡിയ ഉണ്ട്. നിന്നോടാകുമ്പോ അവളെല്ലാം തുറന്നു പറഞ്ഞോളൂ. എടാ, എന്താ പ്രശ്നം? എന്താ അവള് പറഞ്ഞത്? അവക്ക് ഒടുക്കത്തെ ചാടയാടാ. വെറുതെ ഞാൻ നാണം കെട്ടുപോയി. അവക്ക് വേറെതോ പയ്യൻ സെറ്റ് ആണെന്ന് തോന്നണത്. നീ ഞാൻ അവളെ വിളിച്ച് ശല്യപ്പെടുത്തലെന്ന് ഉറപ്പ് പറഞ്ഞിട്ടാ അവള് പോയത് തന്നെ. ശല്യപ്പെടുത്താനാ? ഞാനാ? എന്റെ പട്ടി വിളിക്കും അവളെ.
അപ്പൊ എങ്ങനെ ബിയർ മേടിച്ചാലോ? ബിയറാ വോഡ്ക്കാണ് മേടിക്കാൻ പോണത്. നീക്കടാ. എടാ ശരത്തെ ഞാൻ കുപ്പി തീർത്താ പണ്ടാരോടങ്ങാൻ. അത് ഞാൻ നോക്കുമ്പോ നീ നല്ല ഉറക്കുമായിരുന്നു. പിന്നെ ബോറടിച്ചെങ്കിരുന്നപ്പോഴത്തേക്കും ഞാനതങ്ങ് അടിച്ച് തീർത്തു. അല്ലേലും ഒരു ഫുള്ള് 2 പേർക്ക് എവിടത്തേക്കാണ്? തലവേനെടുത്തിട്ട് രക്ഷയില്ല ബ്രോ. അടുത്തത് മേടിക്കും ബ്രോ. തലവേനയൊക്കെ നമുക്ക് പറപ്പിക്കാം. Come on. ബ്രോ നാളത്തെ ഭാഗ്യം കൊടുക്കട്ടെ? നാളത്തെ ഭാഗ്യം വേണ്ട, ഇന്നത്തെ ഭാഗ്യം ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു. അടിച്ചു ബ്രോ, അടിച്ച്. ഓരോന്നിനും 5000 വെച്ചിട്ടുണ്ട്. പിന്നെ ആ ദേ നോക്ക്. ഓക്കെ. ഒരു സെറ്റ് എടുക്കട്ടെ ചേട്ടാ? വേണ്ട ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ വഴിതെറ്റിക്കല്ലേ. അപ്പൊ ഇത് അതൊരു സന്തോഷം. ചേട്ടൻ വെച്ചോ. ഓക്കെ. ഓക്കെ. വെള്ളവും ടച്ചിക്സും മേടിച്ചിട്ടില്ല. അത് പോണ വഴിക്ക് മേടിക്കാം. എന്താ ഇവിടെ നിർത്തിയത്? എടാ നീയേ ഈ ടിക്കറ്റ് ഒന്ന് പോയി നോക്കിട്ടോ. നിനക്ക് വല്ല പ്രാന്തണ്ട? ഇത് പൈസ ഒന്നും അടിക്കൂല, വെറും തട്ടിപ്പാണ്. പൈസ കൊടുത്ത് മേടിച്ചല്ലേ, നോക്കിട്ടോ. വെറുതെ സമയം കളയാനായിട്ട്. ശരി. ഓക്കെ. ശരത്തെ എടാ ടിക്കറ്റിൽ 10 രൂപയെങ്കിലും ഉണ്ടായിരുന്നോ? എവിടാ? 10ന്റെ പൈസ ഇല്ല. എടാ എന്നിട്ടാ ടിക്കറ്റ് എന്ത് ചെയ്യേ? അത് അപ്പൊ തന്നെ ചുട്ടുകുട്ടി കളഞ്ഞടാ. നീ അടുത്ത സ്ഥലം കണ്ടുപിടി, നമുക്ക് 2 അടിക്കാന്നേ. ഹരിതാവൻ പച്ചപ്പം മസ്റ്റാണ് കേട്ടാ. എടാ പാവപ്പെട്ടവൻ ഫോണിൽ കൂടെ ഇല്ലല്ലോ. എടാ ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, അവൻ നല്ലൊരു കൂട്ടുകാരനല്ല, അവൻ നിന്നെ ചതിക്കും. ശരത്തെന്ന് പറഞ്ഞവനല്ലേ അവൻ ലോക ഫോണാണ്. എന്താ
എന്താടാ മനുഷ്യനെ കൊല്ലൂ. എടാ നീയേ ആ കടയിൽ പോയിട്ട് ഒരു കുപ്പി വെള്ളവും ടച്ചിങ്സും മേടിച്ചിട്ടുണ്ടോ? എടാ കാശ് കൊണ്ടോടാ. കാശ് നേരത്തെ ബാലൻസ് ഇല്ലേ? ഒന്ന് പോവാടാർന്നു ആ വണ്ടി ഒരു ബാലൻസ്. എന്താ ഇനി എന്താ വേണ്ടത്? കഴിഞ്ഞില്ലേ എല്ലാം? എടി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ആ ശരത്ത് എന്ന് പറഞ്ഞവൻ ലോക ഫ്രോഡാണ്. നിനക്ക് വേറൊരു പയ്യൻ സെറ്റ് ആയതുകൊണ്ടാണ് നീ എന്നെ തേച്ചിട്ട് പോയെന്നാണ് എന്നോട് അവൻ പറഞ്ഞത്. പക്ഷെ ആദ്യം ഞാനത് വിശ്വസിച്ചെങ്കിലും പിന്നീട് ഒരു ഡൗട്ട് തോന്നി. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ വിളിച്ചത്. അവൻ അങ്ങനെ പറഞ്ഞോ? നിനക്കൊരു 100,000 പെണ്ണുങ്ങളായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു. അത് ശരി, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. ഞാനിവനെ അടപടലോ ഒന്ന് പൂട്ടിയിട്ട് വിളിക്കാം. ആ ശരി. കിട്ടിയാ? സെറ്റ് കിട്ടി. നിന്റെ മുഖം എന്താണ് കടന്നിലൊട്ടിരിക്കണത്? എടാ അവളുടെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനമില്ല. എന്തായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത്? നീ അത് വിട്ടില്ലേ? ഇക്കരെ നിൽക്കുമ്പോഴേ അക്കരെ പച്ചാന്ന് പറഞ്ഞ് ചാടുന്നവളാ അവള്. ലോക ഫ്രോഡാണ് അവള്, തേപ്പുകാരുടെ മോള്. എടാ നീ ആ എവിടെ കിട്ടുമെന്നൊന്ന് ട്രൈ ചെയ്യും. തൽക്കാലം കള്ളുകൂടി നിർത്തിയിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഗുഡ് ഐഡിയ അല്ലേ? നിനക്ക് എന്തോരം വേണം? ഇപ്പൊ സെറ്റാക്കാം. എന്തെങ്കിലും ഏടാകൂടം ഒപ്പിച്ചു വെച്ചിട്ടാണ് എന്നെ വിളിച്ചിട്ടൊരു കാര്യമില്ല. എനിക്ക് എന്റെ വില കളഞ്ഞു കുളിക്കാൻ സമയവുമില്ല, താല്പര്യവുമില്ല. മനസ്സിലായോ? മിസ്റ്റർ DCP, താങ്കളുടെ മൂക്കിന് താഴെ ശരത്ത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവന്റെ ഫോട്ടോയും ഫോൺ നമ്പരും വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെന്നാൽ തൊണ്ടിയോടെ പിടികൂടാം. നീ എന്റെ മോൻ തന്നെയാടാ. ഹലോ, മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം, ചതിയെ ചതി കൊണ്ട് തന്നെ നേരിടണം. എന്താ മോനെ? പപ്പ, അവനെ ആ ശരത്തിന് അവനെ എത്രയും വേഗം ജാമ്യത്തിലിറക്കണം. അതെന്തിനാടാ? അവനെ പുറത്തിറക്കണം. എന്നിട്ട് അടുത്ത പൂട്ടിട്ട് പൂട്ടണം. ജീവിതത്തിൽ ഇനി അവൻ പുറം ലോകം കാണരുത്.
ഇത് കൊള്ളാം. എൻ്റെ നിയമങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. ദിസ് ഈസ് മൈ റൂൾസ്.